എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ജിം ഉദ്ഘാടനത്തിൻ്റെ കഥയാണ്. നമ്മുടെ സ്റ്റാർ മാജിക്കിലൂടെ ഫേമസ് ആയ ആക്ടറായ ബിനീഷ് ബാസ്റ്റനാണ് ഇന്ന് നമ്മുടെ ഉദ്ഘാടകൻ. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ ഓതര എന്ന അതിസുന്ദരമായ ഗ്രാമത്തിലാണ് നമ്മുടെ ബീറ്റ് ഫിറ്റ് ജിം. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന്. ജിമ്മിൻ്റെ ഉദ്ഘാടനവും ബിനീഷ് ബാസ്റ്റൻ്റെ വിശേഷങ്ങളും നമുക്ക് കണ്ടുവരാം. ദൈവം വസിക്കുന്ന ആലയമായ ഞങ്ങളുടെ ശരീരങ്ങളെ എല്ലാ നിലകളിലും അതിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. ഈ ദേശനവാസികൾക്ക് വേണ്ടി ഇന്ന് ഈ വൈകിയവേളയിൽ ഈ ഭൗതിക സംരംഭം പ്രാർത്ഥിച്ച് ഞങ്ങൾ പൊതുജന സംശയം സമർപ്പിക്കുമ്പോൾ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് ചൊരിയേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശിഷ്ടാതിഥികളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശനിവാസികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം ഞങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമ്മേളനത്തിൽ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ, ഈ ജിംനേഷ്യം ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയതിൽ ഒത്തിരി സന്തോഷം. ബീഫിറ്റ് ക്രൂവിന്റെ എല്ലാവിധമായ സ്വാഗതം ഞങ്ങൾ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഓതരക്കാരുടെ ഒരു നല്ല കയ്യടി ബിനീഷ് ബാസ്റ്റന് വേണ്ടി കൊടുത്താൽ. വത്സല സാറിനെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ബഹുമാന്യായ ശ്രീ ബിനീഷ് ബാസ്റ്റൻ, പ്രിയപ്പെട്ട ശ്രീ കെ ടി ചാക്കോ, ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സാരി ജോൺ, ജനപ്രതിനിധികളെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, ഗുരുജനങ്ങളെ, സഹോദര സഹോദരിമാരെ, എല്ലാവർക്കും നമസ്കാരം. ഓതറയിൽ പുതിയ സംരംഭങ്ങൾ പലതും ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഫിറ്റ്നസ് സെന്റർ, ജിംനേഷ്യം ഈ ഗ്രാമത്തിൽ നടാടെയാണ് ആരംഭിക്കുന്നത്. കാലഘട്ടത്തിൽ ഒട്ടനവധി ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന കാലത്തിൻ്റെ ആവശ്യമനുസരിച്ച് പ്രവർത്തിച്ചും ആരംഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയിൽ എല്ലാവരും ഇതിനെ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സമൂഹത്തിലെ കാലഘട്ടത്തിൽ ഒട്ടനവധി ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന കാലത്തിൻ്റെ ആവശ്യമനുസരിച്ച് പ്രവർത്തിച്ചും ആരംഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയിൽ എല്ലാവരും ഇതിനെ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സമൂഹത്തിലെ കാലഘട്ടത്തിൽ കായികക്ഷമത എല്ലാവരും പ്രാധാന്യം നൽകുന്നൊരു സംഗതിയാണ്. ജീവിതത്തിൻ്റെ തൃപ്തികരമായ അവസ്ഥാവിശേഷങ്ങളും ഏവരും എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഗതികളാണ്. അവിടേക്ക് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ കൂടുതലായി എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമായി ബീഫിറ്റ് ഫിറ്റ്നസ് സെന്റർ മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ദീർഘമായ സംഭാഷണം ഇവിടെ ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും അപ്പുറവാളികളിൽ മാത്രം കാണുന്ന ബിനീഷ് ബാസ്റ്റനെ കേൾക്കാനും കാണാനുമായിട്ട് പ്രധാനമായി എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതിന് ഞാനൊരു തടസ്സമാകാനും പാടില്ല. നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ ഒരു നാഴികക്കല്ലാവട്ടെ ഈ ബീഫിറ്റ് ഫിറ്റ്നസ് സെന്റർ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. പുതിയൊരു വസന്തം വിടർത്തിക്കൊണ്ട് ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്ക് പുത്തൻ തൂവൽ നൽകിക്കൊണ്ട് ബീഫിറ്റ് ഒരു ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ടെലിവിഷൻ ചാനലിലൂടെ ടീമെ എന്ന ഓമന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന പ്രശസ്തനായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീമാൻ ബിനീഷ് ബാസ്റ്റനെ ഇതിന്റെ ജിമ്മിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനുമായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്ന നല്ല കയ്യടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ബിനീഷ് ബാസ്റ്റൻ. ടീമേ
ടീമേ എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു കൈ തരുമോ? നിങ്ങൾ നാട്ടിൽ വന്നിട്ട് കൈയടിയില്ലാത്തത് ഒരുപാട് ആൾക്കാർ പ്രസംഗിച്ച് അല്ലേ? ശരിക്കും ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. വളരെ സന്തോഷം. എന്നെ പോലെ തന്നെ സമയം എല്ലാവർക്കും വിലപ്പെട്ടത് തന്നെയാണ് അല്ലേ? പ്രത്യേകിച്ച് 1-ാം തീയതി നമ്മുടെ വർഷം തുടങ്ങണമെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആദ്യത്തെ പരിപാടി ഇതാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ 1-ാം തീയതി ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ജനുവരി 1-ാം തീയതി എൻ്റെ എറണാകുളം ജില്ലയിലായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ ആശയം ഭയങ്കര ആശയമായിരുന്നു. എനിക്ക് തോന്നുന്നത് 150 മേൽ ഉദ്ഘാടനം കഴിഞ്ഞ കൊല്ലം ഞാൻ ചെയ്ത് ഉദ്ഘാടന തൊഴിലാളിയാണ് ഞാൻ. വളരെ സന്തോഷം. അപ്പോൾ ഒരു ക്രിസ്മസ് നാൾ എന്ന് പറഞ്ഞാൽ ഞാൻ കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഉത്സവമാണ് അവിടെ. ജനുവരി 2-ാം തീയതി വരെ ഭയങ്കര ആഘോഷം. എല്ലാ ദിവസവും ഞായറാഴ്ചയാണ് ഞങ്ങൾക്ക് ദിവസങ്ങൾ അറിയാൻ പറ്റില്ല. തിങ്കളും ചൊവ്വയും ബുധനൊന്നുമില്ല ഞങ്ങൾക്ക് 10 ദിവസവും ഞായറാഴ്ച ദിവസമാണ് അവിടെ. അപ്പം 1-ാം തീയതിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്ന ഏറ്റവും വലിയ ഇവന്റ് നടക്കുന്ന ദിവസമാണ്. ആ സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇതിന്റെ പേരും വായിച്ചു പഠിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടി. ബി ഫിറ്റ് ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനത്തിനാണ് ഞാൻ വന്നേക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 10-18 വർഷമായി ഈ കലാരംഗത്ത് വന്നേക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് ബോഡി ബിൽഡിങ്ങിലൂടെയാണ്. ഞാൻ സിനിമയിലേക്ക് ആദ്യം കയറിയത്. ഞാൻ മിസ്റ്റർ എറണാകുളം പറഞ്ഞു ആദ്യം. സബ് ജൂനിയർ മിസ്റ്റർ എറണാകുളം അടിച്ചുകൊണ്ടാണ് എനിക്ക് ഉണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും അല്ലേ നമുക്ക് ഫിറ്റ്നസിന് വേണ്ടി സമയം കണ്ട് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ്. ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡ്, ഞാൻ മനസ്സിലാക്കിയത് ജിമ്മിൽ പോകുന്ന നേരത്ത് നമുക്ക് ചിന്തകൾ നമുക്ക് കൂടും. ചിന്തകൾ ചെന്നെങ്കിൽ നമുക്ക് ഫ്രീ മൈൻഡ് ആയിക്കോളും. ഭയങ്കര ഒരു ധ്യാനം പോലെയാണ് ജിം എന്ന് പറഞ്ഞാൽ. ജിമ്മിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടും അവിടെ. പിന്നീട് നമുക്ക് സുഹൃത്തുക്കളായി നമ്മൾ മുടങ്ങാതെ ജിമ്മിൽ പോകാൻ കാരണം നമ്മുടെ കൂടെ ജിമ്മിൽ വന്ന് പാർട്ണറായിക്കോളും. ജിമ്മിൽ നമ്മൾ മസിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകണമല്ല കേട്ടോ, നമുക്ക് ബോഡി ഒരു ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടി പോണതാണ്. എൻ്റെയൊക്കെ നല്ല ഒരു പ്രായത്തിൽ, എനിക്ക് അധികം പ്രായമൊന്നുമില്ല കേട്ടോ, എന്നാലും ഞാനൊരു 25 വയസ്സുവരെ 6 പാക്കായിരുന്നു ഞാൻ. എങ്ങനെ ഭക്ഷണം കഴിച്ചാലും എനിക്ക് ഫാറ്റ് വരില്ലായിരുന്നു. പിന്നീട് ഈ പറഞ്ഞ പുതിയ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നപ്പോൾ എനിക്കും വന്ന് ഫാറ്റ്, എനിക്കും വന്ന് കുടവയറ്. ശരിക്കും ഒരാള് നമ്മളുടെയൊക്കെ 2-ാം നിലയിൽ വീടുണ്ടെന്നുണ്ടെങ്കിൽ 2-ാം നിലയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കിതക്കുന്ന ആൾക്കാർ നമ്മൾ എല്ലാവരും. അപ്പോൾ ഒന്ന് വിചാരിച്ചാൽ നമുക്ക് ഫിറ്റ്നസ് കുറവാണെന്ന്. അതിനുവേണ്ടിയാണ് നമ്മൾ വീട്ടിൽ എന്തൊക്കെ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഘട്ടത്തിലാണ് പോയേക്കണത്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് 2 വീലറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ബസ് സ്റ്റോപ്പ് തൊപ്പുംപടിയിലാണ്. എൻ്റെ വീട് മുണ്ടപ്പേലിലാണ്. 4 കിലോമീറ്റർ നടക്കുമായിരുന്നു ഞങ്ങൾ. അത് നടക്കുന്നത് തന്നെ ഏറ്റവും വലിയ എക്സസൈസ് ആയിരുന്നു ആ സമയത്ത്. ഞങ്ങളുടെ നാട്ടിൽ അപൂർവം ചില ആൾക്കാർക്കൊക്കെയാണ് കാറും 2 വീലറൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ഒരു 10-15 വർഷമായിട്ടുള്ള എല്ലാവരും വണ്ടിയൊക്കെ എടുത്തിട്ട് വാഹനങ്ങളും കാറും എല്ലാം ആയപ്പോൾ നമുക്ക് നടക്കാൻ പറ്റാനില്ല. 100 മീറ്റർ പോലും നടക്കാറില്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ ജിമ്മിന് പോകാൻ സമയം കിട്ടിയില്ല. പിന്നീട് ട്രെഡ്മില്ല് മേടിച്ച്. ട്രെഡ്മില്ല് മേടിച്ചിട്ട് ഒരാഴ്ച ഞാൻ അതിൽ യൂസ് ചെയ്തത്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഡ്രസ്സ് ഉണക്കായിരുന്ന ട്രെഡ്മില്ലിലാണ്. നല്ല പൈസയൊക്കെ കൊടുത്ത് മേടിച്ചതാണ്. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജിമ്മിലേക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആരോഗ്യം കിട്ടാൻ വേണ്ടി. ആരോഗ്യം മാത്രമല്ല, നമ്മളുടെയൊക്കെ ഫുഡിൻ്റെ രീതി തന്നെ മാറി. പണ്ടത്തെ ഫുഡൊന്നുമല്ല നമ്മൾ കഴിക്കണത്. ഇപ്പോൾ ബോയിലർ ചിക്കനും പോലത്തെ ചിക്കനും അൽഫാമും അല്ലേ കുഴിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് ചിക്കൻ സ്റ്റാൾ അങ്ങനെ തന്നെ മേടിക്കാൻ പൈസ കിട്ടിയപ്പോൾ ചിക്കനും ബീഫും കഴിക്കാൻ പാടില്ല, കൊളസ്ട്രോളായി. അങ്ങനെയാണ് മനുഷ്യൻ്റെ കാര്യം. നമ്മൾ ആഗ്രഹിച്ച ഇഷ്ടപ്പെടുന്ന ആഹാരങ്ങൾ കുറച്ച് കഴിക്കുക. നിങ്ങൾക്ക് ജിം കളിക്കുന്ന ആൾക്കോട് ഞാൻ പറയാനുള്ള അഡ്വൈസാണിത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആഹാരങ്ങൾ നമുക്ക് ഇത്തിരി കഴിക്കുക. അപ്പോൾ പിന്നീട് നമുക്ക് ജീവിത അവസാനം വരെ ആഹാരം കഴിക്കാൻ പറ്റും. പിന്നീട് നമുക്ക് പഥ്യം വരും ജീവിതത്തിൽ. ആ പഥ്യം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ജിമ്മും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നത്. അപ്പോൾ ലാഭിഷമായിട്ട് ഭക്ഷണവും എല്ലാം കഴിക്കാൻ പറ്റും നമുക്ക്. ഇപ്പോഴുള്ള പഥ്യങ്ങളെല്ലാം മാറും അല്ലേ? നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് മലയാളിയല്ലേ? ഒരു ബീഫോ ചിക്കനോ കഴിക്കാൻ പറ്റില്ലെങ്കിൽ എന്താണ് മലയാളി? അപ്പോൾ നല്ല ഫിറ്റ്നസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഈ ഒരു ഫിറ്റ്നസ് ക്ലബ്ബ് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അപ്പോൾ ഞാൻ 1-2 പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് മേലെ പോയി ഉദ്ഘാടനം ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൈയടിക്കുമോ? നല്ലൊരു കൈ തരുമോ? പോരട്ടെ, കൈയടിയൊന്നും പോരാ. അപ്പോൾ ഒരു ബോറടി കണ്ട ഞാൻ എൻ്റെ ഒരു നാടൻ ശൈലി സംസാരിക്കും. നിങ്ങൾക്ക് ഭയങ്കര പ്രസംഗികന്മാരാ. പാടിയിട്ട് മേലേക്ക് പോവാം. പ്ലസ് മൈക്ക് ഇടക്കുമോ? ഒരു പാട്ട് പാടട്ടെ.
പാടോട്ടെ. അപ്പൊ ടീമേ കുമ്പളങ്ങി കേരളത്തിന്റെ പാട്ട് പാടാം. നിങ്ങൾ എന്റെ കൂടെ പാടുവോ? അപ്പൊ ഞാൻ പഠിപ്പിച്ചു തരാം. ടീമേ 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 ടീമേ. ഇവിടെ പാടുവോ? നിങ്ങള് നാണിച്ചേക്കെന്താ? അപ്പൊ നമുക്ക് എല്ലാരും കൂടി ആ പാട്ട്. വെള്ളങ്ങിക്കായലിലെ കരിമീൻ കഴിച്ചോ, കണ്ണമാടി കടലിൽ കടമ്പ് വന്നു, കടക്കടലിലെ കടവ് കണ്ടോ, കടലിലെ കടം കുടിച്ചോ, കടലിലെ കടം കുടിച്ചോ. വെള്ളങ്ങിക്കായലിലെ കരിമീൻ കഴിച്ചോ, കണ്ണമാടി വെള്ളങ്ങിക്കായലിലെ കരിമീൻ കഴിച്ചോ, കണ്ണമാടി കടലിൽ കടമ്പ് വന്നു, കടക്കടലിലെ കടം കണ്ടോ, കടയിലെ കടം കുടിച്ചോ. ടീമേ 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 ടീമേ. Thank you. Thank you. ഞാൻ പൊളിയാണ്. നിങ്ങൾ മലയാളി, നിങ്ങൾ പൊളിയാണ്. മലയാളി മുതലാളി, മലയാളി തൊഴിലാളി, മലയാളി പൊളിയാളി, ചണ്ടാണ് മലയാളി. ഞാൻ മലയാളി, ഞാൻ പൊളിയാണ്. നിങ്ങൾ മലയാളി, നിങ്ങൾ പൊളിയാണ്. മലയാളി നമ്മൾ പൊളിയാണ്, ചന്ത പറിച്ചു കൊടുക്കും, ചന്തായി കൂടെ നിൽക്കും. മലയാളി പൊളിയാണ്, ചന്താണ് മലയാളി. ഞാൻ മലയാളി, ഞാൻ പൊളിയാണ്. നിങ്ങൾ മലയാളി, നിങ്ങൾ പൊളിയാണ്. ഉയരായെന്നും കൂടെ, ഉണർവായെന്നും കൂടെ, മലയാളി പൊളിയാണ്, ചന്താണ് മലയാളി. ഞാൻ മലയാളി, ഞാൻ പൊളിയാണ്. നിങ്ങൾ മലയാളി, നിങ്ങൾ പൊളിയാണ്. പട്ടിയാൽ മലയാളി, കൂട്ടായി തടനായി കണ്ടാൽ മലയാളി. ഞാൻ മലയാളി, ഞാൻ പൊളിയാണ്. നിങ്ങൾ മലയാളി, നിങ്ങൾ പൊളിയാണ്.
ഒരു പാട്ടും കൂടി അല്ലേ? ഓക്കെ, നമ്മള് തങ്കച്ചൻ ചേട്ടനെ കുറിച്ചൊരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അടിപൊളി ഗാനമേള വീണ്ടും തുടരുന്നതാണ്. Porque no le digo,
ബോണ്ട 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 ഗംഗയുടെ ബോണ്ട ഉരുണ്ടുരുണ്ടൊരു ബോണ്ട എണ്ണകനിന്നൊരു ബോണ്ട കാണാൻ നല്ലൊരു ബോണ്ട ഉരുണ്ടുരുണ്ടൊരു ബോണ്ട എണ്ണകനിന്നൊരു ബോണ്ട തിന്നാൻ നല്ലൊരു ബോണ്ട 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 ഗംഗയുടെ ബോണ്ട 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 ഗംഗ അമ്മമ്മയുടെ മൂത്ത മകൾ ചാച്ചി അമ്മമ്മയുടെ ഇളയ മകൾ ചൂച്ചി അമ്മമ്മയുടെ മരുമകൻ കോച്ചി അമ്മമ്മയുടെ പേര് മേച്ചി അടി ചട്ടയും മുണ്ടയും ചട്ടയും മുണ്ടയും ചട്ടയും മുണ്ടും ഇട്ട് നടക്കുന്ന അമ്മാമ്മേ അമ്മാമ്മയെ കാണാൻ നല്ല സുന്ദരിയാ ചട്ടയും ഞാൻ പൊളിയാണ് നിങ്ങൾ മലയാളി നിങ്ങൾ പൊളിയാണ് ഞാൻ മലയാളി ഞാൻ പൊളിയാണ് നിങ്ങൾ മലയാളി നിങ്ങൾ പൊളിയാണ് മലയാളി നമ്മൾ പൊളിയാണ് ചങ്ക് പറിച്ചു കൊടുക്കും ചങ്കൂടെ നിൽക്കും മലയാളി പൊളിയാണ് ചങ്കാണ് മലയാളി ഞാൻ മലയാളി